നേമത്ത് വി ശിവൻകുട്ടിക്കെതിരായി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ CPIയുടെ ജില്ലാ കൗൺസിൽ അംഗമായ സുലോചനെതിരെ പാർട്ടി കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു. അദ്ദേഹമാണ് നമുക്കൊപ്പം ഉള്ളത്. അങ്ങനെ ഒരു പ്രവർത്തനം താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടായിട്ടുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 40 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ കുടുംബവും കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കുന്ന ഒരു സഖാവല്ല ഞാൻ. ഈ ഓഡിയോയിൽ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഓഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ പാർട്ടി മനസ്സിലാക്കാത്തതാണ്. കാരണം എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ മാർച്ച് 9-ാം തീയതിയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മാർച്ച് 20-ലൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപനം പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പേ അവിടെ ഹരിതകർമ്മസേനയും നമ്മളവിടുത്തെ കൗൺസിലർ BJP കൗൺസിലറായിട്ടുള്ള ഒരു വിഷയമുണ്ടായി. അത് നാട്ടിലെല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് BJPക്കാരും RSSകാരും എൻ്റെ വീട്ടിലേക്കൊക്കെ മാർച്ച് നടത്തി. അങ്ങനെ ഒരുപാട് വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി മാറും എന്നുള്ളത് RSSും BJPക്കാരും പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ആ വിഷയം ഒതുക്കി നമുക്ക് തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതനുസരിച്ചാണ് ഞാൻ ഒരു പ്രാദേശിക നേതാവുമായി ബന്ധപ്പെട്ട് അതിൽ ഞാൻ 19.5 മിനിറ്റാണ് ആ ഓഡിയോയിൽ സംസാരിക്കുന്നത്. അതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് 1.5 മിനിറ്റാക്കി ചുരുക്കിയാണ് അങ്ങനെ ഇട്ടത്. അതിൻ്റെ തന്നെ ദുരുദ്ദേശമാണല്ലോ അതിൽ. പാർട്ടി തങ്ങളെ മനസ്സിലാക്കിയില്ലേ? പാർട്ടി യഥാർത്ഥത്തിൽ നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി യഥാർത്ഥത്തിൽ ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ 21 വർഷമായി പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റിയായി. ഇതിനകത്തുള്ള എല്ലാ നേതാക്കന്മാർക്കും എന്നെ വ്യക്തിപരമായിട്ടും എല്ലാ ബന്ധങ്ങളും ഉള്ള ആളുകളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നാൽ അവരെന്നെ വിളിച്ച് വ്യക്തിപരമായി ഇതെന്താണെന്ന് ചോദിക്കേണ്ടതാണ് പാർട്ടി സ്വാഭാവികമായി. അല്ലെങ്കിൽ പിന്നെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് എനിക്ക് വിശദീകരണം തരണമായിരുന്നു, ഈ സഖാവ് എന്താണ് ഇതിൻ്റെ വിഷയം എന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ എന്നോട് വ്യക്തിപരമായി ചോദിച്ചതുമില്ല, ഒരു വിശദീകരണം തന്നില്ല. ഞാൻ ഈ മെനങ്ങാന്നാണ് ഈ ചാനലുകാർ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു നടപടിക്ക് വിധേയനെന്ന് ഞാൻ അറിയണത് തന്നെ. എനിക്ക് ഇത്രയും പാർട്ടിക്കകത്തെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളാണോ ഇതിന് കാരണം? ഇതിനകത്ത് എനിക്കിപ്പോൾ മനസ്സിലായല്ലേ. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഓഡിയോയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പാർട്ടി പരിശോധിച്ചനെ, അത് എൻ്റെ കൂടെ ചോദിച്ചനെ എന്താണ് കാരണമെന്ന് ചോദിച്ചനെ. പ്രത്യേകിച്ച് അവിടെ ഒരു വലിയ സംഭവമുള്ള കാര്യവും പാർട്ടിക്ക് അറിയാം. പിന്നെ ഈ ഓഡിയോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ളതാണ്, മാർച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഉള്ള ഓഡിയോയാണ്. അപ്പോൾ അത് പാർട്ടി പരിശോധിച്ചെങ്കിൽ അവർക്ക് മനസ്സിലായതിനെ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളത്. പാർട്ടി സഹാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് സംസാരിച്ചത്. അല്ലാതെ ശിവൻകുട്ടി സഹാവിനെ തോൽപ്പിക്കാനോ തെരഞ്ഞെടുപ്പുമായി അട്ടിമറിക്കാനോ ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ ചാനലുകാർ എന്നെ അമ്പലത്തറയുള്ള LDFകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരെക്കാൾ 10 ഇരട്ടി മടങ്ങാണ് CPI അവിടെ പ്രവർത്തിച്ചത്. കാര്യം CPIക്ക് ഇത്തിരി സംവിധാനമുള്ള ഒരു വാർഡാണ്. അന്വേഷണ വിധേയമായി പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു വിഷമം തോന്നുന്നുണ്ടോ? എനിക്ക് വിഷമം തോന്നാൻ കാരണമില്ല. കാരണം എന്ന് വെച്ചാൽ പാർട്ടി എന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ള ഒറ്റ വിഷമേ ഉള്ളൂ. കാരണം പിന്നെ അന്വേഷണ വിധേയമായി പാർട്ടി അന്വേഷിച്ചെങ്കിൽ മനസ്സിലായിരുന്നു പാർട്ടിക്ക്. ഇനി പാർട്ടിക്ക് അത് മനസ്സിലാവും. കാരണം വെച്ചാൽ ഈ 4-ാം തീയതി കഴിയുമ്പോൾ പാർട്ടിക്ക് എന്താണ് ഇതിൽ നടന്നതെന്നുള്ളത്. താങ്കളുടെ അമ്പലത്തറ വാർഡിൽ ശിവൻകുട്ടി ലീഡ് ചെയ്യുമോ? അമ്പലത്തറ വാർഡിൽ മറ്റുള്ള പ്രദേശത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അമ്പലത്തറ വാർഡിൽ CPI ഏത് ഘട്ടത്തിൽ വന്നിരുന്നാലും വിജയിപ്പിക്കുക അല്ലെങ്കിൽ ലീഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെയും CPIയുടെയും വിഷയമായി ഞങ്ങൾ കണ്ടു. അതനുസരിച്ചിട്ടുള്ള CPI പ്രവർത്തനം അവിടെ നമ്മൾ ലീഡ് ചെയ്യും. അമ്പലത്തറ പാർട്ടി ലീഡ് ചെയ്യും. CPI ഈ മണ്ഡലത്തിൽ ഒരിടത്തും CPI ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ. ജോലിക്കും കൂലിക്കൊന്നും പോവാതെ നിന്ന് വർക്ക് ചെയ്തത്. താങ്കളെ പാർട്ടി മനസ്സിലാക്കിയില്ല. ആ പാർട്ടിയോടുള്ള തുടർ സമീപനം എങ്ങനെയായിരിക്കും? അല്ല, പാർട്ടി എനിക്ക് പിന്നെ ഈ സമയം വരെ വിശദീകരണം തരുമെന്ന് പറഞ്ഞു. ഇതുവരെ വിശദീകരണം തന്നിട്ടില്ല. 3 ദിവസമായി വിശദീകരണം തന്നിട്ടില്ല. പാർട്ടി വിശദീകരണ കത്ത് തരുമ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കും. ആ മറുപടിയിൽ എൻ്റേതായ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ സൂചിപ്പിക്കും. അപ്പോഴും പാർട്ടി അത് മനസ്സിലാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. CPIക്കൊപ്പം തന്നെ നിൽക്കും. ആ CPIക്ക് നമ്മൾ CPIയുടെ വെളിയിലല്ലല്ലോ. ഇപ്പോൾ ഇവർ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ ഇങ്ങനെ നടപടിയെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പിന്നിൽ പാർട്ടി സംഘടനാപരമായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. കാര്യം കുറച്ച് ദിവസങ്ങളായി നേമം മണ്ഡലത്തിലും അങ്ങനെ കുറേ കത്തുകളുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം ഈ നേതൃത്വം അതിൽ ഇടപെടാത്ത എന്താണ് ഇത്രയും വഷളായത്.
ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ആ വിഷയങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ പോയേനെ. അപ്പോൾ അവിടെ സംഘടനാ വിഷയം ഈ അജയൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സെക്രട്ടറി വന്നതിന് ശേഷം ഉണ്ടായ ഒരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് പ്രവർത്തനം പോലെ സ്വന്തമായിട്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധമില്ലാത്ത സഹാക്കളെ വരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടിയെ ഞങ്ങൾക്ക് നിശ്ചിതമായി നമ്മളത് എതിർക്കാറുണ്ട്. കാരണം വെച്ചാൽ പാർട്ടി ലീഡർഷിപ്പിൽ വരുമ്പോൾ പാർട്ടി സംഘടനാ ബോധമുള്ളതും പഴയ സഹാക്കളുണ്ട്. അവരൊക്കെ വരേണ്ട സ്ഥലത്ത് പുതിയ ചില ആളുകളെ കുത്തി നിറച്ച് അതിനകത്ത് നടക്കുന്ന വിഭാഗീയ പ്രവർത്തനത്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതായത് വി ശിവൻകുട്ടിക്കെതിരെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി ഒരു തരത്തിലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന് ഗ്യാരണ്ടിയായി ഇദ്ദേഹം പറയുന്നത് മെയ് 4 അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്ന മേഖലയിൽ ശിവൻകുട്ടി ലീഡ് ചെയ്യും എന്ന ഉറപ്പുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിക്കകത്തെ സംഘടനാപരമായ പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്ക് കാരണം എന്ന വിശദീകരണം കൂടിയാണ് സുലോചനൻ നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.